നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOS. എന്താണ് PCOS? PCOSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം. അതിലപ്പോൾ ആ പേരിൽ തന്നെ നമ്മൾ സിസ്റ്റിക് എന്ന് കേട്ടു. അതായത് സ്ത്രീകളിൽ പെയർ ഓഫ് ഓവറീസ് ആണ് നമുക്ക് ഉള്ളത്. രണ്ട് ഓവറീസ് ആണ് യൂട്രസിൻ്റെ ഫാലോപ്പിയൻ ട്യൂബ് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. ഈ ഓവറീസിൽ നിന്നാണ് ഓവം അല്ലെങ്കിൽ അണ്ടം പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പോൾ ഈ ഓവറീസിൽ ചിലപ്പോൾ ഒരു ഓവറി ആയിരിക്കാം, ചിലപ്പോൾ രണ്ട് ഓവറീസിലും കുഞ്ഞു കുഞ്ഞു മുഴകൾ വരിക. ഈ മുഴകൾ തന്നെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം കൊണ്ട് കറക്റ്റായിട്ട് ഓവറീസിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത്. ഈ ഓവുലേഷൻ എന്ന് പറയുന്നത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ PCOS പ്രശ്നമുള്ളവരിൽ ഒന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ഇനി ഓവുലേഷൻ നടന്നാൽ തന്നെ ചിലപ്പോൾ ഓവം അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി അല്ലാത്തൊരു ഓവം. ഈ ഹെൽത്തി അല്ലാത്ത ഓവമാണ് ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? മെയിനായിട്ട് നമ്മുടെ ശരീരത്ത് ഹോർമോണൽ ഇംബാലൻസ്, ഈ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാൻഡുകളൊക്കെ കറക്റ്റായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പല അസുഖങ്ങളും വരും. ഇപ്പോൾ തൈറോയിഡ് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ്. ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഗ്ലാൻഡുകളുടെ ഒരു ഹോർമോൺസ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൽ വരുന്ന ഒരു വ്യതിയാനം, ഇതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസ് വളരെയധികം കൂടുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതാണ് PCOS. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് PCOSന് വരുന്നത്? മെയിനായിട്ട് ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന ഇറഗുലാരിറ്റീസ്. ചിലപ്പോൾ കറക്റ്റായിട്ട് 28 ദിവസം വരേണ്ട സൈക്കിള് ലേറ്റ് ആവുക. ചിലപ്പോൾ ആ ലേറ്റ് ആകുന്നത് മാസങ്ങളോളം പീരീഡ്സ് ആകാത്ത അവസ്ഥ വരെ പോകാം. ചിലപ്പോൾ ഇനി പീരീഡ്സ് ആയാൽ തന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, അല്ലെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സ്. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വരാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് വെയിറ്റ് കൂടുക. ഈ വെയിറ്റ് കൂടുന്നതിന് ഇവർ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ പോലും ആ ഒരു വെയിറ്റ് കുറയാത്ത അവസ്ഥ. ഈ വെയിറ്റ് കുറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഡയറ്റ് എടുത്തിട്ട് കാര്യമില്ല. എന്താണ് കാരണം? ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് കാരണം. അപ്പോഴും നമ്മുടെ ശരീരത്തെ ആൻഡ്രോജൻ്റെ അളവ് വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് ആ വെയിറ്റ് കുറയാത്തത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്ന് വെയിറ്റ് കൂടുക, നമ്മുടെ മുടിയെല്ലാം കൊഴിയുക, അതുപോലെ തന്നെ ഈ ഫേസിലൊക്കെ രോമ വളർച്ച ഉണ്ടാവുക. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്താണെങ്കിലും ബാക്കി ശരീരഭാഗത്താണെങ്കിലും വളരെയധികം മുടി രോമ വളർച്ച ഉണ്ടാവുക. പിന്നെ കഴുത്തിന് ചുറ്റും ഒരു കറുപ്പൊക്കെ, ഭയങ്കര മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് മെയിനായിട്ട് PCOSൻ്റെ ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും PCOS വരുന്നത്? മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതായത് കറക്റ്റായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാതെ ചിലപ്പോൾ ഒരുപാട് ജങ്ക് ഫുഡ്, ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഒരു ജീവിതശൈലി നോക്കുകയാണെങ്കിൽ കൂടുതലും നോർമൽ ഫുഡിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് നമുക്ക് ഈ പാക്കറ്റിൽ മേടിക്കാൻ ഫുഡുകളായിരിക്കാം, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്കുകളായിരിക്കാം. ഇതൊക്കെ PCOS കൂടാനായിട്ട് കാരണക്കാരാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് ഹെൽത്തി ഡയറ്റിന് പകരം കൂടുതൽ ഇപ്പോഴത്തെ ആ ഒരു ജങ്ക് ഫുഡ് രീതിയിലുള്ള ഫുഡിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഡെയിലി ആ ഒരു എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സെഡൻറ്ററി ലൈഫായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഈ എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്കൊരു ഒബേസിറ്റി രീതിയിലോട്ട് അല്ലെങ്കിൽ അമിത വണ്ണത്തിലോട്ട് പോകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? അമിത വണ്ണം അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അമിത വണ്ണം കൊണ്ടും വരാം. അതായത് എക്സസൈസ് ഇല്ല, അമിത വണ്ണമായി, അമിത വണ്ണം കൊണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ വരാം. പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സുകൾ, ഇപ്പോൾ ജോലിപരമായിട്ടാണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളുണ്ടാകും. ഈ സ്ട്രെസ്സും ഈ അസുഖങ്ങളേനൊക്കെ ഒരു ലെവൽ വരെ കാരണം ആകുന്നുണ്ട്. പിന്നെ ജെനറ്റിക്കായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാർക്കോ അമ്മമ്മമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു PCOS പ്രശ്നം ഉണ്ടെങ്കിൽ അത് ജെനറ്റിക്കലായിട്ടുള്ള വരാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് PCOSനുള്ള മെയിൻ കാരണങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ് അസുഖങ്ങൾ, ഇപ്പോൾ തൈറോയിഡ് പ്രശ്നമുള്ളവരിലാണെങ്കിലും ഈ ഒരു PCOS ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ വരാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസിലൂടെ മാനേജ് ചെയ്യാം, ഡയറ്റിലൂടെ മാനേജ് ചെയ്യാം, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, അത് പറയുന്നത് സ്ട്രെസ്സും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശരിയാക്കിയാൽ തന്നെ നമുക്ക് PCOS ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലിനിക്കൽ യോഗ. ഈ
ഇനി ക്ലിനിക്കൽ യോഗ നമുക്ക് PCOS റിവേഴ്സ് ചെയ്യാനാണെങ്കിലും അത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും ഒരു ഹെൽത്തി ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും വളരെ എഫക്റ്റീവാണ്. ഈ യോഗ ക്ലിനിക്കൽ യോഗ നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് നമ്മുടെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള ആസനകളാണെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര റൗണ്ട് ചെയ്യണം, എത്ര നേരം ചെയ്യണം എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു കറക്റ്റ് റൂട്ടീനിൽ അത് ഫോളോ ചെയ്ത് പോവുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസുകൾ. ഇപ്പോൾ ഒട്ടും തന്നെ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു 1 അവർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സസൈസുകൾ ഡോക്ടർ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഈ എക്സസൈസ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റാണ്. ഇനി ഫിസിയോതെറാപ്പിയിലാണെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ അങ്ങനെ ഒരുപാടുണ്ട്, അതായാലും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. നമുക്ക് എങ്ങനെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ യോഗയിലാണെങ്കിൽ തന്നെ പ്രാണായാമാസ്, അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കുകൾ, മെഡിറ്റേഷൻ, ഈ ഒരു കാരണങ്ങൾ കൊണ്ട്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നമുക്ക് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീഫാക്കുന്ന കുറച്ച് ഹോബീസ് ആണെങ്കിലും മതി. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് നേരം സമയം കണ്ടുപിടിച്ച് നമുക്ക് ആ ഉള്ള ടെൻഷനുകളൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് PCOS നല്ലപോലെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് പറയാം. മെയിനായിട്ട് ജങ്ക് ഫുഡ്, ഓയിലായിട്ടുള്ള ഫുഡുകൾ, ഡീപ്പ് ഫ്രൈ ചെയ്തത്, കാർബോഹൈഡ്രേറ്റഡ് ഡ്രിങ്കുകൾ, ഷുഗർ കണ്ടൻറ്റ് ഉള്ളത്. ഈ ഷുഗർ കണ്ടൻറ്റ് ഉള്ളതാണ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ ഇൻസുലിനിൽ പെട്ടെന്ന് വരുന്ന ഒരു സ്പൈക്ക്. അപ്പോൾ ഇത് കാരണം PCOS കൂടാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുഡുകളൊന്നും കഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈദ. ഇനി ഹെൽത്തി ആയിട്ടുള്ള മെയിൻ ഫുഡുകൾ കഴിക്കുക, അല്ലാതെ ഒരുപാട് ജങ്ക് ഫുഡ് സാധനങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ബേക്കറി പലഹാരങ്ങളാണെങ്കിലും ബേക്ക് ചെയ്ത സാധനങ്ങളാണെങ്കിലും ഈ മൈദ, അതുപോലെ തന്നെ വൈറ്റ് പേസ്ട്രീസ്, വൈറ്റ് ബ്രെഡ്, വൈറ്റ് പേസ്ട്രീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ omega-3 ഭക്ഷണങ്ങൾ, അതായത് ഈ ഫ്ലാക്സ് സീഡ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മീനെണ്ണ ഗുളികയാണിത്. അപ്പോൾ ഈ omega-3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം എടുക്കുക. ഈ omega-3 ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിലും ബാക്കി അതിൻ്റെ ഒരു സിംറ്റംസിനുള്ള പ്രതിവിധിയൊക്കെ ആയിട്ട് നമുക്ക് ഈ omega-3 യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലവർഗ്ഗങ്ങളാണ് കേട്ടോ. മുരിങ്ങയിലയാണെങ്കിൽ ചീര, അങ്ങനത്തെ ഒരുപാട് ഇലകൾ നമുക്ക് ഈ കറി വെച്ച് ആണെങ്കിലും കൂട്ടാനായിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതാണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ആ ഒരു ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കുക. ഈ പറഞ്ഞ 3 കാര്യത്തിലാണ് ന്യൂട്രിയൻസ് നന്നായിട്ട് ഉള്ള ഒരു ഹെൽത്തി ഫുഡുകളാണ്. അപ്പോൾ അത് നന്നായിട്ട് എടുക്കുക. പിന്നെ എടുക്കേണ്ട ഫുഡാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡുകൾ. പിന്നെ വോൾ ഗ്രെയിൻസ്, അത് ബ്രൗൺ റൈസ് ആയിരിക്കാം, ഓട്സ് ആയിരിക്കാം, ഇതൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവോക്കാഡോസ്. എന്തുകൊണ്ടാണ് അവോക്കാഡോസ് നല്ലതാണെന്ന് പറയുന്നത്? ഈ അവോക്കാഡോ എന്ന് പറയുന്നത് റിച്ച് ഇൻ മോണോസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതുകൊണ്ടാണ് അവോക്കാഡോ നല്ലതാണെന്ന് പറയുന്നത്. നമുക്ക് അവോക്കാഡോ സാലഡ് ആയിട്ടാണെങ്കിലും നമുക്ക് നോർമലി കഴിക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. പിന്നെ എടുക്കേണ്ടതാണ് നട്ട്സ്, അതുപോലെ തന്നെ സീഡ്സ്. ഈ നട്ട്സിലാണെങ്കിലും സീഡ്സിലാണെങ്കിലും ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, omega-3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഈ നട്ട്സ്, സീഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് സോക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പാൽ ഐറ്റംസൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ പാൽ ഐറ്റംസും PCOSന് അത്ര നല്ലതല്ല. ഇപ്പോൾ ചീസാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ബട്ടർ ആണെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇനി നോൺ വെജിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു റെഡ് മീറ്റ് കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബീഫ്, പോർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ചിക്കൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സാലഡിലാണെങ്കിലും നമുക്ക് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഹൈ ക്വാണ്ടിറ്റിയിലല്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അതിനനുസരിച്ചുള്ള ഡയറ്റ്, എക്സസൈസ് കാര്യങ്ങളൊക്കെ എടുക്കുക. ക്ലിനിക്കൽ യോഗ ആണെങ്കിലും ആ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പലരുടെയും സിംറ്റംസ് വ്യത്യാസം ഉണ്ടാകും, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും അത് സെയിം ആകണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ആ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും വളരെയധികം നല്ലത്. ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും പലർക്കും പല ഡയറ്റുകളായിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. എല്ലാവരുടെയും രീതികൾ കാര്യങ്ങളൊന്നും സെയിം ആയിരിക്കില്ല, വന്ന ആ ഒരു റീസണും സെയിം ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട്.
അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സെൽഫ് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും PCOS മാത്രമല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ ആ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ആ ഒരു രീതിയിൽ കൺസൾട്ടേഷനൊക്കെ എടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വഴി പോകുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരിലോട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ബാക്കി എല്ലാവരിലോട്ടും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ജോബ്സ് സൈനിങ് ഓഫ്.